ഹായ്, ദിസ് ഇസ് ജിബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ധ്രുവയിലെ 3ാമത്തെ പാഠമാണ് നോക്കുന്നത്. തീസര പാഠ് എന്ന് പറഞ്ഞാൽ 3ാമത്തെ പാഠം. ചിട്ടിയോമേ യൂറോപ്പ്. യൂറോപ്പ് നമ്മൾ കേട്ടിട്ടുണ്ടാവാം. യൂറോപ്പിനെ കുറിച്ച് ഉള്ള ഒരു കത്താണിത്. ചിട്ടിയോമേ യൂറോപ്പിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഒരു കത്ത്. അപ്പോൾ മറ്റുള്ള ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് കാണാത്തവർ ഈ ജിബീസ് ക്ലാസ്സസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ പേജ് ഓപ്പൺ ആവും. അപ്പോൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ പ്ലേലിസ്റ്റുകളും ഇങ്ങനെ ഓപ്പണായി വരും. അപ്പോൾ അതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ CBSE ക്ലാസ് 8 ഹിന്ദി എന്ന പ്ലേലിസ്റ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ചാപ്റ്റേഴ്സും ഇതിനു മുമ്പുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കാണാം. നമുക്കിനി പാഠത്തിലോട്ട് കിടക്കാം. ചിട്ടിയോമേ യൂറോപ്പ്. ഇത് എഴുതിയിരിക്കുന്നത്, ഈ കത്ത് എഴുതിയിരിക്കുന്നത് 22 മാർച്ച് 1989 എവിടെ വെച്ച് എഴുതിയിരിക്കുന്നത്? യൂഗോസ്ലാവിയയിലെ നോവിസാദ് എന്ന സ്ഥലത്ത് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. കത്തിൻ്റെ ഏറ്റവും മുകളിൽ ഡേറ്റും പ്ലേസുമാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കത്താണ്. പ്രിയ നീലു, ഷേരു, കക്കു, പൂത്രക് ഓർ തും സബ്കി മമ്മി. അപ്പോൾ ഇവിടെ നീലുവും ഷേരുവും കക്കുവും പൂത്രക്കും ഇതെല്ലാവരും മക്കളാണ് അദ്ദേഹത്തിൻ്റെ. ഒരു അച്ഛൻ എഴുതുന്ന കത്താണിത്. അപ്പോൾ ഇതെല്ലാമാണ് ആ മക്കളുടെ പേര്. ഓർ അത് കൂടാതെ തും സബ്കി മമ്മി, അവരുടെ എല്ലാവരുടെയും, നിങ്ങളുടെ എല്ലാവരുടെയും മമ്മി അല്ലേ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഈ മക്കളുടെ അമ്മയ്ക്കും കൂടെ എഴുതിയിരിക്കുന്ന കത്താണ്. തും സബ്കോ ഖൂബ് പ്യാർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വളരെയധികം സ്നേഹം. ആജ് യഹാ പहुँचे एक हफ्ता हो गया. ഇന്ന് ഇവിടെ വന്നിട്ട്, യൂറോപ്പിൽ വന്നിട്ട് ഒരു ആഴ്ചയായിരിക്കുന്നു. ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ച, ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. മോസം അച്ഛ ചൽ രഹാ ഹൈ. മോസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വളരെ നല്ലതാണ്. യഹാ ബസന്ത് ആ രഹാ ഹൈ. വസന്തകാലം വരികയാണ്. വസന്തത്തിന് തൊട്ടു മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ വസന്തകാലം എന്ന് പറയുന്ന ഒരുപാട് പൂക്കളും മരങ്ങളെല്ലാം തളിർക്കുന്നതുമായിട്ടുള്ള ആ ഒരു കാലഘട്ടമാണ്. സാരേ പേട് നംഗെ ഖടേ ഹെ. ഇപ്പോൾ വസന്തം വരുന്നതേ ഉള്ളൂ. വസന്തത്തിന് മുമ്പ് ഇല പൊഴിയുന്ന കാലം. ആ ഇല പൊഴിയുന്നത് കൊണ്ട് സാരേ പേട്, എല്ലാ വൃക്ഷങ്ങളും മരങ്ങളും, നംഗെ എന്ന് പറഞ്ഞാൽ അതിൽ ഇലകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ നങ്ക എന്ന് പറയുന്നത്. നങ്ക എന്ന് പറഞ്ഞാൽ ഇലകളില്ലാത്തത് കൊണ്ടാണ് അതിന് നംഗെ ഖടേ ഹെ, അതായത് ഇലകളൊന്നുമില്ല, ഇലകളൊക്കെ പൊഴിച്ചിരിക്കുന്ന കാലമായിരുന്നു. ഏക് അപ്നി വിദ്യ ജേസ പേട് ഹെ ജോ ഹരാ ഹെ. ഒരു വൃക്ഷം, വിദ്യ എന്ന ഒരു വൃക്ഷം, ആ ഒരു വൃക്ഷം മാത്രമാണ് ഇലകളോടെ പച്ചപ്പോടെ നിൽക്കുന്നത്. വേറൊരു വൃക്ഷം കൂടിയുണ്ട്. ഏക് ഓർ ജോ നയേ സാൽ പർ ഘർ ഘർ ലഗായ ജാത്ത ഹെ. വേറൊരു ചെടി കൂടിയുണ്ട്, വൃക്ഷം കൂടിയുണ്ട്, മരം കൂടിയുണ്ട്. എല്ലാ പുതിയ വർഷത്തിലും, നയേ സാൽ എന്ന് പറഞ്ഞാൽ പുതിയ വർഷം, പുതുവർഷത്തിൽ എല്ലാവരും വീട്ടിൽ വയ്ക്കുന്ന, എല്ലാ വീട്ടിലും നടുന്ന ഒരു വൃക്ഷം, അതും പച്ചയായി നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാത്തിൻ്റെയും ഇല കൊഴിഞ്ഞിരിക്കുന്ന കാലമാണ്. വസന്തകാലം വരാൻ പോകുന്നു. ഫിർ ഭി ഫൂൽ ആ രഹേ ഹെ. എന്നിരുന്നാലും അതിൽ ഫൂൽ എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ വരുന്നുണ്ട്. एक नीले और बैगनी रंग का फूल है जो अपने यहाँ की सफ़ेद कुमुदनी जैसे होते हैं. അപ്പോൾ ഒരു പുഷ്പമെന്ന് പറയുന്നത്, പൂവെന്ന് പറയുന്നത് നീലയാണ്. ബേഗനി എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളറിലുള്ള ഒരു പുഷ്പം, ഒരു പൂവുണ്ട്. അത് നമ്മുടെ ഇവിടെയുള്ള ഭാരതത്തിലുള്ള ഒരു സഫേദ് എന്ന് പറഞ്ഞാൽ വൈറ്റ്, വെള്ള കളറുള്ള കുമുദിനി ജേസെ ഹോത്തായ ഒരു പുഷ്പത്തിൻ്റെ പേരാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു പുഷ്പത്തിന് സാമ്യമുള്ള അതുപോലുള്ള ഒരു പൂവ്
അതിൻ്റെ നിറമെന്ന് പറയുന്നത് നീലയും പർപ്പിളൊക്കെയാണ്. കുച്ച് ലാൽ കുച്ച് പീലെ, കുറച്ച് പുഷ്പങ്ങൾ ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്, കുച്ച് യെല്ലോ കളറാണ്. ഖുഷ്ബു നഹി ഹോത്തി, ഖുഷ്ബു എന്ന് പറഞ്ഞാൽ സുഗന്ധം ഇല്ല, ഗന്ധം ഇല്ലാത്ത പൂക്കളാണ്. ആജ് ഇത്വാർ ഹെ, ഇന്ന് ഇത്വാർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണെന്ന്. സോ 1 ബജെ ഖാന ഖാക്കർ ആയേ, അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ച് വന്നു. ഓർ ലിഖ്നെ ബാഠ് ഗെ, ഈ എഴുതാനായിട്ട് ഞാനിരുന്നു. ആജ് ഹംനെ ജോ ഖാന ഖായ, ഇന്ന് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആജ് ഹംനെ ജോ ഖാന ഖായ വ യോഗട്ട് സെ ശുരു ഹുവ, ഇന്നും ഞങ്ങൾ കഴിച്ച ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം കഴിച്ചത് യോഗട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ തൈര് പോലുള്ള അല്ലെങ്കിൽ മോര് പോലുള്ള ഒരു ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ചത്. ജൈസ ഐസ്ക്രീം കപ്പ് ഹോത്താ ഹെ വൈസെ ബഡേ കപ്പ് മേ, അപ്പോൾ ഐസ്ക്രീമിൻ്റെ കപ്പ് പോലുള്ള അതിലും കൂടി കുറച്ച് വലിയ ഒരു കപ്പിലാണ് ഞങ്ങൾ ആ യോഗട്ട് കഴിച്ചത്. റോസ് സൂപ്പ് ഹോത്തേ ഹെ, എല്ലാ ദിവസവും സൂപ്പാണ് ആദ്യം സ്റ്റാർട്ടറായിട്ട് കഴിക്കുന്നത്. സൂപ്പാണ് എല്ലാ ദിവസവും, പക്ഷേ ഇന്ന് കഴിച്ചത് യോഗട്ടാണ്. ഉസ്മേ സഫേദ് സേം ജൈസെ, അതായത് വെള്ള നമ്മുടെ അമരയ്ക്ക പോലെ ഉള്ള യഹാ കി ബീൻ ലംബി ഓർ പത്ലി ഹോത്തി ഹെ, അങ്ങനെയുള്ള ഒരു ബീൻസ് പോലുള്ള ഒരു പയർ, നീളത്തിലുള്ള അല്ലെങ്കിൽ നീളത്തിലും അതുപോലെ തന്നെ പരന്നിട്ടുമുള്ള പത്തലയും, അതായത് പറഞ്ഞാൽ കട്ടിയില്ലാത്ത മെലിഞ്ഞിട്ടുള്ള പയറും ബീൻസും. ബർബട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പയറുണ്ടല്ലോ, പച്ചപ്പയർ, അതുപോലുള്ള അതിൻ്റെയൊക്കെ സൂപ്പൊക്കെയാണ് കഴിക്കാറ്. ഫിർ ഐസ്ക്രീം, അതൊക്കെ കഴിച്ച് പിന്നെ ഐസ്ക്രീം കഴിക്കാറുണ്ട് അവസാനം. യഹി 3 കോഴ്സ് റോസ് സുബ ശാം ഹോത്തേ ഹെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാർട്ടറും പിന്നെ ഒരു മെയിൻ കോഴ്സും അതുപോലെ തന്നെ അവസാനം ഒരു ഐസ്ക്രീമും, അങ്ങനെയാണ് അവിടുത്തെ ഭക്ഷണം. റോസ് സുബ ശാം, രാവിലെയും വൈകുന്നേരമൊക്കെ ഇത് തന്നെയാണ് എല്ലാ ദിവസവും കഴിക്കുന്നത് അവിടെ. ഖാത്തെ ഉക്താഹട്ട് ഹോ രഹി ഹെ, അങ്ങനെ ഒരേപോലുള്ള ഭക്ഷണം കഴിച്ച് ബോറടിക്കാൻ തുടങ്ങി, ഒരു രസമില്ലാതായിരിക്കുന്നു. കഭി ചാവൽ ഹോത്ത ഹെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ചാവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറ് കിട്ടും. സ്റ്റ്യൂ യാനി കറി കെ സാത്ത് ഖാനെ കെ ലിയെ, സ്റ്റൂ അല്ലെങ്കിൽ കറിയുടെ കൂടെ, അതായത് അതൊഴിച്ച് കഴിക്കാൻ, അല്ലെങ്കിൽ ആ ചോറിലൊഴിച്ച് കഴിക്കും. ഏക് ദിൻ ഖരെ സീഖെ ചില്ലെ ജैसे एक മിഠായി ആയി, അപ്പോൾ ഒരു ദിവസം ഖരെ ചില്ലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുറുമുറാന്നുള്ള ഒരു മിഠായി, കഴിക്കാനുള്ള സാധനം. ഉസ്മേ ഖട്ടി ബേരി കാ ഗുദാ പരാധ, അതിൻ്റെ നടുവിൽ ഖട്ടി എന്ന് പറഞ്ഞാൽ പുളിപ്പുള്ള ജെല്ല് പോലുള്ള ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള, അങ്ങനെയുള്ള ഒരു സാധനം ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയ ഒരു ദിവസം. സെവയ്യ പാനി മേ ഉബലി സൂപ്പ് മേ രഹത്തി ഹെ, സെവയ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സേമിയ നമ്മളിപ്പോൾ പാലൊക്കെ ഒഴിച്ച് പായസം പോലെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറ്, പക്ഷേ അവിടെ സേമിയ വെള്ളത്തിൽ തിളപ്പിച്ച് അങ്ങനെ ഒരു സൂപ്പ് പോലെയാണ് കഴിക്കുന്നത്. ഓർ ബ്രെഡ്, അതുപോലെ തന്നെ ബ്രെഡും കഴിക്കുന്നു. സുബ ബ്രെഡ് ബട്ടർ, രാവിലെ ബ്രെഡും ബട്ടറും, അതുപോലെ തന്നെ മാംലെറ്റ്, അതായത് ജെല്ലി, യാ ഷഹദ്, അതിൻ്റെ കൂടെ ജെല്ലിയോ അല്ലെങ്കിൽ ഷഹദ് എന്ന് പറഞ്ഞാൽ ഹണി, തേന്, അതിൻ്റെ കൂടെ അതൊക്കെയാണ് കഴിക്കാറ്. 30 ഗ്രാം കി ചോട്ടി പ്ലാസ്റ്റിക് ഡബ്ബിയോമേ, അതായത് 30 ഗ്രാമുള്ള ചെറിയ പ്ലാസ്റ്റിക് ഡബ്ബിയിലാണ് ഈ ജെല്ലിയോ ഈ തേനൊക്കെ കിട്ടുന്നത്. അതൊക്കെ തേച്ചാണ് ബ്രെഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുന്നത് എന്തൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്, അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി അവിടുത്തെ നദീനെക്കുറിച്ച് പറയുന്നു. ഷെഹർ കെ ബീച്ച് ഡനുബെ എന്നാണ് ഈ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ദൂന എന്നാണ് വിളിക്കുന്നത്. ദൂന എന്ന നദി ബഹത്തി ഹെ,
അതായത് ഷെഹർ കെ ബീച്ച്, ആ പട്ടണത്തിൻ്റെ ഇടയിലൂടെ ഒരു നദി, ദൂന നദി ഒഴുകുന്നുണ്ട്. യഹ് യൂറോപ്പ് കെ കൈ ദേശോമേ ബഹത്തി ഹെ, യൂറോപ്പിലെ പല രാജ്യങ്ങളിലൂടെ ഈ നദി ഒഴുകുന്നുണ്ട്. നക്ഷേമേ ദേഖോഗേ തോ മിൽ ജായേഗി, നക്ഷ എന്ന് പറഞ്ഞാൽ മാപ്പ്, മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നൊവിസാദ്, നൊവിസാദ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ എഴുതുന്ന ഈ അച്ഛൻ ഉള്ളത്. അവിടെ ആ പട്ടണത്തിലാണ്. നൊവിസാദ് ഷെഹർ പി മിൽ ജായക, ഈ ഞാനുള്ള ഈ പട്ടണം നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഹംനെ തും ലോഗോं के लिए ഇറ്റലി കെ സിക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറ്റലിയുടെ കോയിൻസ്, സിക്കെ എന്ന് പറഞ്ഞാൽ കോയിനും യഹാ കെ സിക്കെ, ഇവിടുത്തെ ഈ രാജ്യത്തെ യുഗോസ്ലോവിയയിലെ കോയിൻസും, ഏക് സിക്ക ഇന്തോനേഷ്യയിലെ ഒരു കോയിനും ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊറീഷ്യസ് കി കുച്ച് ടിക്കറ്റേ ഇക്കട്ടെ കിയേ ഹെ, മൊറീഷ്യസിലെ കുച്ച് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാമ്പ്, അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇക്കട്ട കർണ എന്ന് പറഞ്ഞാൽ ഇക്കട്ടെ കിയേ ഹെ, കളക്ട് ചെയ്തിട്ടുണ്ട്. ചീസേ യഹാ ബഹുത് മെഹങ്കി ഹെ, മറ്റുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. മെഹങ്കി ഹെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിലയാണ്. ലോഗ് കഹത്തെ ഹെ മത് ഖരീദോ, ആൾക്കാർ പറയും, മറ്റുള്ളവരൊക്കെ പറയും മത് ഖരീദോ, ഒന്നും വാങ്ങിക്കരുത്, അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് റോസ് ബാസാർ സെ ഗുസർത്തെ ഹെ, എല്ലാ ദിവസവും ആ ബാസാറിലൂടെ, സ്ട്രീറ്റിലൂടെ, കടകളിലൂടെ കടന്നു പോകുമ്പോൾ तो तुम लोगों की याद आती है, നിങ്ങളെ ഓർമ്മ വരും. ബച്ചോ കോ ദേക്കർ, കുട്ടികളെ, അവിടെയുള്ള കുട്ടികളെ കാണുമ്പോൾ നിങ്ങളെ ഓർമ്മ വരും. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. जो नदी है उसमें बड़े बड़े यात्री जहाज चलते हैं, ഈ നദി എന്ന് പറയുന്നത് ചെറിയ നദിയല്ല, വലിയ നദിയാണ്. അതിലൂടെ വലിയ വലിയ യാത്രി ജഹാജ് എന്ന് പറഞ്ഞാൽ യാത്രാ കപ്പലുകൾ, ആൾക്കാരെ കൊണ്ടുപോകുന്ന കപ്പലുകൾ, വലിയ കപ്പലുകൾ പോകുന്നുണ്ട്. ഇസ് ദേശ് കെ ഭി ഓർ ഹംഗറി കെ ഭി, ആരുടെയൊക്കെ കപ്പലാണ്? ഈ യുഗോസ്ലാവിയരുടെ, അവരുടെ കപ്പലും അതുപോലെ തന്നെ ഹംഗറി എന്ന രാജ്യത്തിൻ്റെ കപ്പലൊക്കെയാണ് അതിലൂടെ പോകുന്നത്. കൽ ഹംനെ ദേഖേ, ഞങ്ങൾ ഇന്നലെ കണ്ടു അത്. യഹാ ഫുട്ബോൾ ബഹോത് ഖേൽത്തെ ഹെ, ഇവിടെ ഈ സ്ഥലത്ത് യുഗോസ്ലാവിയയിൽ, യൂറോപ്പിൽ ഫുട്ബോൾ ഒരുപാട് കളിക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ. 14 से 20 ഏപ്രിൽ തക്, 14 തൊട്ട് 20 ഏപ്രിൽ വരെ യഹാ വിശ്വ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ഹോനെ വാലി ഹെ, ഇവിടെ 14 മുതൽ 20 വരെ എന്താണ് വിശ്വ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വരാൻ പോവുകയാണ്, നടക്കാൻ പോവുകയാണ്. ഏകാത് റോസ് ദേഖേങ്കെ, 1-2 ദിവസം അത് കാണണം എനിക്ക്. ബജാർ മേ 20 മഞ്ചിൽ, ബജാർ എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റിൽ 20 നിലകളുള്ള, അല്ലെങ്കിൽ 10 മഞ്ചിൽ കെ ബിൽഡിംഗ് ഹെ, 20ഉം 10ഉം ഒക്കെ നിലയുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട് ഈ മാർക്കറ്റിൽ. यहाँ इस शहर में हज़ारों वर्षों पहले आए भारतीयों की संतानों हैं, ഈ ഷഹറിൽ, ഈ പട്ടണത്തിൽ, ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണത്തിൽ ഹസാറോ വർഷ പെഹലെ, ആയിരക്കണക്കിന് വർഷം മുമ്പ് വന്ന ഭാരതത്തിലെ ആൾക്കാരുടെ മക്കൾ, സന്താനം എന്ന് പറഞ്ഞാൽ മക്കൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, ഇവിടെ താമസിക്കുന്നുണ്ട്. യൂറോപ്പീയ മാലൂം ഹോത്തെ ഹെ, പക്ഷെ അവരെ കാണുമ്പോൾ ഭാരതീയരാണെന്നൊന്നും അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇവിടെ യൂറോപ്യന്മാരെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരും ഇപ്പോൾ മാറിക്കഴിഞ്ഞു. യഹാക്കി വേഷഭൂഷ, ഇവിടെയുള്ള ആൾക്കാരുടെ എങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് അതൊക്കെയാണ് അവർ ധരിക്കുന്നത്. അതുപോലെ തന്നെ ഭാഷ, ഇവിടുത്തെ ആൾക്കാരുടെ പോലെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാരാണെന്ന് പറയാൻ പറ്റില്ല, ഇവിടെയുള്ളവർ തന്നെ ആയി മാറിയിരിക്കുന്നവരെല്ലാം. ലड़के സ്കേറ്റിംഗ് കെ ബഹുത് ഷോക്കീൻ ഹെ, ഷോക്കീൻ എന്ന് പറഞ്ഞാൽ ഷോക്ക്, ഭയങ്കര ഇഷ്ടം. ഈ ആൺകുട്ടികൾക്ക് സ്കേറ്റിംഗ് ആണ് ഭയങ്കര താല്പര്യം. ഹമാരെ കമരേ കി ഖിड़की സേ ഖേൽ കെ मैदान ദിഖ്തേ ഹെ, ഞാൻ താമസിക്കുന്ന ആ റൂമിൻ്റെ
ഖിടക്കി എന്ന് പറഞ്ഞാൽ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലേ ഗ്രൗണ്ട് കാണാം. ഖേൽ കെ मैदान എന്ന് പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട് കാണാൻ പറ്റും. ഇസ് സമയ ഏക് मैदान में ഫുട്ബോൾ മാച്ച് ചൽ रहा है. അവിടെ ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ മാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏക് ടീം കി വർദി സഫേദ് ഹെ. ഒരു ടീമിൻ്റെ വർദി എന്ന് പറഞ്ഞാൽ യൂണിഫോം അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ്, സഫേദ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ്. ദൂസരേക്ക് ലാൽ, മറ്റേ ടീമിൻ്റെ കളറെന്ന് ഡ്രസ്സിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ചുമപ്പാണ്, ലാൽ. मैदान यहाँ से लगभग आधा फरलोंग दूर है. ആ मैदान എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഇവിടെ നിന്ന് ഏകദേശം അര ഫർലോങ് ദൂരെയാണ്. पर हमारा कमरा 5वीं मंजिल पर है. പക്ഷേ ഞാൻ താമസിക്കുന്ന ഈ ഫ്ലാറ്റിൻ്റെ അല്ലെങ്കിൽ ഈ റൂമെന്ന് പറയുന്നത് 5वीं मंजिल पर, 5वीं എന്ന് പറഞ്ഞാൽ 5ാമത്തെ നില, മഞ്ചിൽ എന്ന് പറഞ്ഞാൽ നിലയിലാണ്. ഇസ്ലിയെ സാഫ് ദിക്താ ഹെ. അതുകൊണ്ട് ആ പ്ലേ ഗ്രൗണ്ടും അവിടെ കളിക്കുന്നതൊക്കെ വളരെ ക്ലിയറായിട്ട് എനിക്ക് കാണാൻ പറ്റും. കുറച്ച് ദൂരെയാണെങ്കിലും നന്നായി കാണാം. എന്താണെന്ന് പറഞ്ഞാൽ 5ാമത്തെ നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. കമരേക്ക് ഖിടക്കി കമരേക്ക് ബറാബർ ഊഞ്ചി ഓർ ചോടി ഹെ. ആ റൂമിൻ്റെ ഖിടക്കി എന്ന് പറഞ്ഞാൽ ജനൽ എന്ന് പറയുന്നത് ആ റൂമിനോളം തന്നെ ഉയരവും അതുപോലെ തന്നെ വീതിയുമുണ്ട്. അതായത് വളരെ വലിയ ജനലാണ്, അതുകൊണ്ട് നന്നായിട്ട് കാണാം. അബ് ഹം ലോഗ് 22 ഹോ ഗയേ ഹെ. ഇപ്പം ഞങ്ങൾ 22 പേരുണ്ട് ഒരുമിച്ച്. 17 ദേശ്, 17 വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്ന 22 പേരുണ്ട് ഞങ്ങൾ. എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. മാൾട്ടയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, മൗറീഷ്യസിൽ നിന്നുള്ള ആൾക്കാർ, മെക്സിക്കോയിൽ നിന്നുള്ള ആൾക്കാർ, ബൊളീവിയയിൽ നിന്നുള്ള ആൾക്കാർ, നൈജീരിയയിലെ ആൾക്കാർ, മാലിയിലെ ആൾക്കാർ, അങ്കോളയിലെ ആൾക്കാർ, ബംഗ്ലാദേശിലെ ആൾക്കാർ, അഫ്ഗാനിസ്ഥാനിലെ ആൾക്കാർ, ഈജിപ്തിൽ നിന്നുള്ളവരുണ്ട്, ജോർദനിൽ നിന്നുള്ളവരുണ്ട്, ഇന്തോനേഷ്യയിൽ നിന്നുള്ളവരുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ട്, ചൈനയിൽ നിന്നുള്ളവരുണ്ട്, കൊറിയ, തായ്ലൻഡ്, അവിടെ നിന്നുള്ള ഇങ്ങനെയുള്ള ദേശത്തു നിന്നുള്ള ആൾക്കാരെല്ലാം ഉണ്ട് ഞങ്ങളുടെ കൂടെ. നേപ്പാൾ കാ ഏക് ലഡ്ക ദുഭാഷിയ ഹെ. ദുഭാഷിയ എന്ന് പറഞ്ഞാൽ 2 ഭാഷകൾ അറിയുന്ന, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാർ. അപ്പം നേപ്പാളിലെ ഒരു ആൺകുട്ടിയുണ്ട്, ദുഭാഷിയ ഹെ, ടങ് പ്രസാദ് ടക്കാൽ എന്നാണ് ആ ആൺകുട്ടിയുടെ പേര്, ടങ് പ്രസാദ് ടക്കാൽ. കൽ ഹം ലോഗ് ഷെഹർ കെ ബാഹർ ഏക് പോൾട്രി ഫാം ദേഖ്നെ ജായെങ്കെ. നാളെ ഞങ്ങൾ ഈ പട്ടണത്തിന് പുറത്തുള്ള ഒരു പോൾട്രി ഫാം, ഒരു കോഴി ഫാം ഞങ്ങൾ കാണാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പിക്നിക്കിന് പോകുന്നുണ്ട്, ട്രിപ്പിന് പോകുന്നുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് ബസ്, യൂണിവേഴ്സിറ്റിയിലാണ്, അവിടെ എന്തോ അറ്റൻഡ് ചെയ്യാൻ വന്നവരാണ് ഇദ്ദേഹവും അതിൻ്റെ കൂടെയുള്ള ആൾക്കാരും. അവരെല്ലാം യൂണിവേഴ്സിറ്റീൻ്റെ ബസ്സിൽ തന്നെ അവരോട് ട്രിപ്പിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കൽ ദോപഹർ ഹംനെ ഷാദി പാർട്ടി കെ ബാദ് ഘർ जा रही एक दुल्हन भी देखी. കൽ ദോപഹർ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഷാദി പാർട്ടി അല്ലെങ്കിൽ കല്യാണ പാർട്ടി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്ന ഒരു ദുൽഹൻ ബി ദേഖി. ദുൽഹൻ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണ പെണ്ണിനെ ഞങ്ങൾ കണ്ടിരുന്നു. ഇപ്പോൾ കല്യാണ പെണ്ണ് എന്താണ് ധരിച്ചിരുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്നി ഖിടക്കീസെ, എവിടെ നിന്നാണ് നോക്കിയത്? ഞങ്ങളെ റൂമിൻ്റെ ഈ ജനലിലൂടെയാണ് കണ്ടത്. സഫേദ് കപ്പടെ പെഹനെ തി. അപ്പോൾ ഒരു വെള്ള ഗൗൺ പോലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നീച്ചേസെ ഊപ്പർ തക്, അതായത് താഴെ നിന്ന് മുകളിൽ വരെ വെള്ള ഗൗണാണ്, വെള്ള വസ്ത്രമാണ്. സർ പർ സഫേദ് ടോപ്പി ജേസി ദിഖ് രഹി തി. തലയിൽ ഒരു വെള്ള തൊപ്പി പോലെ കാണാൻ പറ്റുമായിരുന്നു. 50 ലോഗ് ഥേ. 50 എന്ന് പറഞ്ഞാൽ ലഗ്ഭഗ് 50 ലോഗ്, ഇത് ഏകദേശം 50 പേര് ഉണ്ടായിരിക്കാം ആ പാർട്ടിയിൽ. ആഗേക്ക് ഹാൽ ബാദ് കി ചിട്ടി മേ ലിഖേങ്കെ. ഇനിയുള്ള മറ്റുള്ള വിശേഷങ്ങൾ അടുത്ത ലെറ്ററിൽ എഴുതാം. തും ലോഗ് ഗൗതം സെ എയറോഗ്രാം മംഗാക്കർ
ഹംകോ ചിട്ടി ലിഖ്ന. നിങ്ങൾ എന്ത് ചെയ്യണം? ഗൗതം വേറൊരാളിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഗൗതത്തിനോട് പറഞ്ഞിട്ട് എറോഗ്രാം മാങ്കർ, എറോഗ്രാം വാങ്ങിച്ചിട്ട് ഹംകോ ചിട്ടി ലിഖ്ന, എനിക്ക് നിങ്ങൾ തിരിച്ച് റിപ്ലൈ കത്ത് അയക്കണം. എറോഗ്രാം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പണ്ട് കാലത്ത് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് കത്തെഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഇൻലൻഡാണ് എറോഗ്രാം. അപ്പോൾ തും സബ്കോ പ്യാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അതുപോലെ തന്നെ അച്ഛേ സെ രഹന, ഒരു അഡ്വൈസ് കൂടി കൊടുക്കുന്നുണ്ട്. നന്നായിരിക്കണം, പറയുന്നതെല്ലാം കേൾക്കണം. മാക്കോ തക്ലീഫ് നാ ഹോ, താക്കി മാക്കോ തക്ലീഫ് നാ ഹോ, അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നല്ല കുട്ടികളായിരിക്കണമെന്ന് ഒരു അഡ്വൈസ് കൂടെ കൊടുത്തിട്ടാണ് അച്ഛൻ ലെറ്റർ, ഈ കത്ത് നിർത്തുന്നത്. തുമാര പാപ്പ, നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ പപ്പ. എന്താണ് പപ്പയുടെ പേര്? എഴുതിയിരിക്കുന്ന ഈ കത്ത് എഴുതിയിരിക്കുന്ന ആളുടെ പേരാണ്, പപ്പയുടെ പേരാണ്, അച്ഛൻ്റെ പേരാണ് സോംദത്ത്. സോംദത്ത് എന്ന അദ്ദേഹമാണ് ഈ ലെറ്റർ കുട്ടികൾക്കും കുട്ടികളുടെ അമ്മയ്ക്കും വേണ്ടി എഴുതിയിരിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്, യൂറോപ്പിനെ കുറിച്ച് വർണ്ണിച്ചെഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ചിട്ടിയോമേ യൂറോപ്പ് എന്ന ആ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഇതിന്. അപ്പോൾ ഇതിലെ കുറച്ച് അർത്ഥം നോക്കാം. ഹഫ്ത എന്ന് പറഞ്ഞാൽ സപ്താഹ് അല്ലെങ്കിൽ ആഴ്ച. ഉക്താഹട്ട് എന്ന് പറഞ്ഞാൽ ബേച്ചേനി, അധീർത്ത അല്ലെങ്കിൽ ബോറാവുക എന്നൊക്കെയാണ് അർത്ഥം. ദുഭാഷിയ എന്ന് പറഞ്ഞാൽ 2 ഭാഷ അറിയുന്ന ആൾക്കാർ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. വിദ്യാജേസ പേട്, വിദ്യാജേസ പേട് എന്ന് പറഞ്ഞാൽ ലേഖക സംഗീത് മോർ പങ്കിക്ക് ഓർ ഹെ, ഒരു തരത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു വൃക്ഷം, അതിനെ പോലുള്ള ഒരു വൃക്ഷത്തെക്കുറിച്ചാണ്. അതിനെ പോലുള്ള ഒരു വൃക്ഷം അവിടെ യൂറോപ്പിൽ ആ സമയത്ത് നല്ല പച്ച പിടിച്ച് നിൽക്കുന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നത് അവിടെ. യോഗട്ട് എന്ന് പറഞ്ഞാൽ ദഹി ജേസ ഖാനെ കാ ഏക് പദാർത്ഥ്, അതായത് ദഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈര് പോലെ കഴിക്കുന്ന ഒരു സാധനമാണ്. ബർബട്ടി എന്ന് പറഞ്ഞാൽ ഏക് പത്ലി ലംബിൽ ഫലി, അതായത് മെലിഞ്ഞ നീളത്തിലുള്ള ഒരു വെജിറ്റബിളിനെയാണ് പറയുന്നത് ഈ ബർബട്ടി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മുടെ പയർ പോലുള്ള, പച്ചപ്പയർ പോലുള്ള. ഖര സീക്ക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൊരിച്ച ഒരു ഭക്ഷണം പദാർത്ഥം. ചില്ല എന്ന് പറഞ്ഞാൽ ഖാനിക്ക് ചീസ്, അതായത് കഴിക്കുന്ന ഒരു സാധനത്തിന് ഈറ്റബിളിനെയാണ് പറയുന്നത് ചില്ല എന്ന് പറയുന്നത്. 50 എന്ന് പറഞ്ഞാൽ ലഗ്ഭഗ് 50, ഏകദേശം 50 പേര്, ഒരു സംഖ്യയെക്കുറിച്ചാണ് പറയുന്നത്. ഏകദേശം 50 പേര്, അതുകൊണ്ടാണ് 50 എന്ന് പറയുന്നത്. ഫലിംഗ് എന്ന് പറഞ്ഞാൽ ഫർലോങ് എന്ന് പറഞ്ഞാൽ ദൂരി കാ ഏക് മാപ്, ദൂരം അളക്കുന്ന നമ്മൾ മീറ്റർ എന്നൊക്കെ പറയുന്ന, കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഫർലോങ്ങും ഒരു യൂണിറ്റാണ്, ദൂരം അളക്കുന്ന ഒരു യൂണിറ്റ്. എറോഗ്രാം എന്ന് പറഞ്ഞാൽ വിദേശ് ഭേജെ ജാനെ വാലി ചിട്ടി, അതായത് വിദേശത്തോട്ട് അയക്കുന്ന കത്തിനെയാണ് എറോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നമ്മുടെ ഈ യൂണിറ്റ് നിർത്തുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.